കേന്ദ്ര സർക്കാരിനെതിരായ പ്രതിഷേധം കനക്കുന്നതിനിടെ അർദ്ധരാത്രിയിൽ വീഡിയോ സന്ദേശവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ന് ചേരുന്ന മന്ത്രിസഭാ യോഗം വിഷയം ചർച്ച ചെയ്യും. പാർലമെന്റിൽ അടുത്ത ആഴ്ച ചർച്ച നടത്തുമെന്നും മോദി സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച വീഡിയോയിൽ പറയുന്നു. मैं जानता हूं कि पेपर लीक ये कोई मामूली विषय नहीं है. लाखों विद्यार्थी और उनके अभिभावकों के लिए बहुत ही पीड़ादायक है. कैबिनेट में चर्चा होगी. कैबिनेट के साथियों के सुझाव के बाद उसका अंतिम रूप दिया जाएगा. सोमवार से संसद का दूसरा सप्ताह शुरू हो रहा है. तब जल्द से जल्द उस बिल को सदन में पारित कराने का प्रयास किया जाएगा. പ്രധാനമന്ത്രിയുടെ സന്ദേശത്തിനെതിരെ പരിഹാസവുമായി രാഹുൽ ഗാന്ധി രംഗത്തെത്തി. വിദ്യാർത്ഥികളുടെ ബുദ്ധിശക്തിയെ അപമാനിക്കരുതെന്നും വിദ്യാഭ്യാസ മന്ത്രിയെ പുറത്താക്കാതെ ഒരു ചർച്ചയും നടക്കില്ലെന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കി. പരിസ്ഥിതി പ്രവർത്തകൻ സോനം വാങ്ചുക് ആരംഭിച്ച നിരാഹാര സമരം അവസാനിപ്പിച്ചു. കേന്ദ്രമന്ത്രിമാരായ JP നദ്ദ, ജിതേന്ദ്ര സിംഗ് എന്നിവരുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയായിരുന്നു തീരുമാനം. CJP പ്രവർത്തകർ ഇന്ന് കേന്ദ്ര സർക്കാരുമായി ചർച്ച നടത്തും. ഉച്ചയ്ക്ക് 12:30 ദില്ലി കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബിൽ വെച്ചാണ് ചർച്ച. നിഷ്പക്ഷ വേദിയിൽ ചർച്ച വേണമെന്ന പ്രവർത്തകരുടെ ആവശ്യം കേന്ദ്രം അംഗീകരിച്ചു. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് ഇന്നും പ്രതിപക്ഷം പാർലമെന്റിൽ പ്രതിഷേധിക്കും. നോബൽ മാരിക്കാരൻ ചേരുന്നു കൂടുതൽ വിശദാംശങ്ങളുമായി. നോബൽ, രാജ്യവ്യാപകമായി CJP ഇന്ന് പ്രക്ഷോഭത്തിന് ആഹ്വാനം ചെയ്തിരിക്കെ അർദ്ധരാത്രിയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോയിലൂടെ പ്രത്യക്ഷപ്പെടുന്നത്. കർശന നടപടിയുണ്ടാകുമെന്ന് പറയുന്നു. ക്യാബിനറ്റ് യോഗം വിഷയം ചർച്ച ചെയ്യുമെന്ന് പറയുന്നു. ബില്ലുണ്ടാവുമെന്ന് പറയുന്നു. പക്ഷേ അതിനു പിന്നാലെ തന്നെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന്, രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുനിന്ന് കടുത്ത തരത്തിലുള്ള പരാമർശങ്ങളും വന്നു കഴിഞ്ഞു. ഒരു ചർച്ചയ്ക്കുമില്ല, ഒരേ ഒരു ആവശ്യം, കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി. റോഷ്നി, രാജ്യത്തെ സാഹചര്യം അതീവ സങ്കീർണതയിലേക്ക് പോവുകയാണ് എന്ന് പ്രധാനമന്ത്രി മനസ്സിലാക്കി എന്ന് വേണം നമുക്ക് കരുതാൻ. പ്രത്യേകിച്ച് ഇന്നലെ വൈകിട്ട് കോൺഗ്രസിന്റെ ഭാഗത്ത്, പ്രത്യേകിച്ച് പ്രതിപക്ഷ കക്ഷികളുടെ ഭാഗത്ത് വലിയ പ്രതിഷേധം ഗാന്ധി സ്മൃതിയിലേക്ക് ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ കോക്രോച്ച് ജനതാ പാർട്ടി അവരുടെ പ്രതിഷേധം ഇന്നും വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമാക്കുമെന്ന മുന്നറിയിപ്പ് നൽകിയിരുന്നു. മറ്റൊരു വശത്ത് സോനം വാങ്ചുക് അദ്ദേഹത്തിന്റെ നിരാഹാര സമരം 26ാമത്തെ ദിവസവും തുടരുകയായിരുന്നു. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാർ കൂടുതൽ സമ്മർദ്ദത്തിലാവുന്ന കാഴ്ചയായിരുന്നു എന്താണെങ്കിലും കാണാൻ കഴിഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അർദ്ധരാത്രിയാണെങ്കിലും പ്രധാനമന്ത്രി ഒരു വീഡിയോ സന്ദേശത്തിലൂടെ ഈ പറഞ്ഞ യുവാക്കളെ ഒക്കെ അഭിസംബോധന ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. ഇന്നലെ രാവിലെ അദ്ദേഹം ഒരു എക്സ്പോസ്റ്റ് ഇട്ടിരുന്നു. പക്ഷെ അതുകൊണ്ട് കാര്യങ്ങൾ ഒരു തരത്തിലും കൂടുതൽ വഷളാകുന്നതല്ലാതെ പരിഹരിക്കാൻ കഴിയുന്ന സാഹചര്യമായിരുന്നു. അതിന് പിന്നാലെയാണ് രാത്രി പ്രധാനമന്ത്രിയുടെ വീഡിയോ സന്ദേശം കൂടി വന്ന സാഹചര്യം ഉണ്ടായത്. അതീവ പ്രാധാന്യത്തോടെയാണ് ഈ ചോദ്യപേപ്പർ ചർച്ച അടക്കമുള്ള വിഷയങ്ങളെ കേന്ദ്ര സർക്കാർ കാണുന്നത് എന്ന് പ്രധാനമന്ത്രി ആവർത്തിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്നത്തെ മന്ത്രിസഭാ യോഗം ഏറെ നിർണായകമാണ്. ഈ മന്ത്രിസഭാ യോഗത്തിൽ ചോദ്യപേപ്പർ ചർച്ച വിശദമായി ചർച്ച ചെയ്യും. ഒരു നിയമനിർമ്മാണത്തിലേക്കുള്ള കടക്കുകയാണ് കേന്ദ്ര സർക്കാർ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുമായി ബന്ധപ്പെട്ട ചോദ്യപേപ്പർ ചോർച്ച അടക്കമുള്ള കാര്യങ്ങൾ തടയുന്നതിന് വേണ്ടി ഒരു ബില്ല് എന്താണെങ്കിലും പാർലമെന്റിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കം കേന്ദ്ര സർക്കാർ നടത്തുന്നു എന്ന് മനസ്സിലാക്കുന്നു. ഇന്നത്തെ മന്ത്രിസഭാ യോഗം ആ ബില്ലിന് അംഗീകാരം നൽകും എന്നാണ് അറിയാൻ കഴിയുന്നത്. പ്രധാനമന്ത്രി ഫാസ്റ്റ് ട്രാക്ക് കോടതിയിലൊക്കെ സ്ഥാപിച്ചുകൊണ്ട് കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കും എന്ന് വ്യക്തമാക്കിയിരുന്നു. പക്ഷേ അതിനൊക്കെ അപ്പുറം എന്താണെങ്കിലും ഒരു ബില്ല് കൊണ്ടുവന്നു, നിയമം കൊണ്ടുവന്നുകൊണ്ട് ഈ വിഷയത്തിൽ പരിഹാരം കാണുന്ന നീക്കം അടക്കം പ്രധാനമന്ത്രി നടത്തുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം സോനം വാങ്ചുക് 26ാം ദിവസം അദ്ദേഹത്തിന്റെ നിരാഹാര സമരം അവസാനിപ്പിക്കുകയും ചെയ്തു. കേന്ദ്രമന്ത്രിമാരായ JP നദ്ദ, ജിതേന്ദ്ര സിംഗ് അടക്കമുള്ള ആളുകൾ അദ്ദേഹത്തെ കണ്ട് അദ്ദേഹത്തിന്റെ ആവശ്യങ്ങൾ അംഗീകരിച്ചതിന് പിന്നാലെയാണ്, ഉപാധികൾ അംഗീകരിച്ചതിന് പിന്നാലെയാണ് നിരാഹാരം അവസാനിപ്പിച്ചത്. ഒപ്പം 64ഓളം വരുന്ന പ്രതിപക്ഷ പാർട്ടി MPമാരും അദ്ദേഹത്തോട് ഈ ആവശ്യം ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട നീക്കം കേന്ദ്രത്തിന്റെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത് കോക്രോച്ച് ജനതാ പാർട്ടിയുമായി ചർച്ചയ്ക്ക് കേന്ദ്ര സർക്കാർ തയ്യാറായിരിക്കുന്നു. ചർച്ചയ്ക്ക് തയ്യാറായിരുന്നു. പക്ഷേ അവർ പറയുന്ന ഒരു പൊതുവേദിയിൽ, നേരത്തെ ചർച്ചകൾ നമുക്കറിയാം JP നദ്ദയുടെ വസതിയിലോ അല്ലെങ്കിൽ മറ്റിടങ്ങളിലൊക്കെ ചർച്ച നടത്തുകൊണ്ട് നമുക്കിപ്പോൾ ദൃശ്യത്തിൽ കാണാൻ കഴിയും. സുരക്ഷാ ഒരുക്കങ്ങളാണ്. രാവിലെ മുതൽ തന്നെ ദില്ലിയിലെ പ്രധാനപ്പെട്ട ഇടങ്ങളിലൊക്കെ അതീവ സുരക്ഷ തുടങ്ങുന്നു. BSFന്റെ ഉദ്യോഗസ്ഥർ വരുന്ന ദൃശ്യങ്ങൾ നമ്മൾ കാണും. നമ്മളുള്ളത് പാർലമെന്റ്, രാഷ്ട്രപതി ഭവൻ പരിസരത്താണ്. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് വന്നാൽ കാണാൻ കഴിയും. ജലപീരങ്കിയുണ്ട്, അതോടൊപ്പം മറ്റ് ദില്ലി പോലീസിന്റെ മറ്റ് വാഹനങ്ങളുണ്ട്, കേന്ദ്രസേന അടക്കമുണ്ട്. അതാണെങ്കിലും അതീവ സുരക്ഷയിൽ തന്നെയാണ് ദില്ലി ഇന്നുള്ളത്. ഇന്റർനെറ്റ് നിരോധനം വിവിധ ഇടങ്ങളിൽ ഇപ്പോഴും തുടരുകയും ചെയ്യുന്നു. നമ്മൾ പറഞ്ഞു വന്നതെന്ന് പറയുമ്പോൾ പ്രധാനമായും കോക്രോച്ച് ജനതാ പാർട്ടിയുമായി ഒരു പൊതു ഇടത്ത് ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നു. ദില്ലിയിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബിൽ ആണ് ഇപ്പോൾ ആ ചർച്ച ഇന്ന് 12:30 നിശ്ചയിച്ചിരിക്കുന്നത്. ആ ചർച്ചയിൽ ഈ വിഷയത്തിൽ ഒരു പരിഹാരം, അതായത് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ആവശ്യം ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുക എന്ന് തന്നെയാണ്. ആ രാജി ഉണ്ടാകുമോ എന്ന കാര്യത്തിലൊക്കെ നമുക്കൊരു വ്യക്തക്കുറവ് എന്താണെങ്കിലും ഇപ്പോഴും, കാരണം ഇതുവരെയുള്ള
ഒരു പ്രഖ്യാപനത്തിലും രാജിയെക്കുറിച്ച് ഒരു പരാമർശവും പ്രധാനമന്ത്രി നടത്തിയിട്ടില്ല, കേന്ദ്ര സർക്കാർ നടത്തിയില്ല. അതുകൊണ്ട് രാജി ഉണ്ടാകുമെന്ന് നമ്മളും കരുതുന്നില്ല. പക്ഷേ മറ്റെന്തെങ്കിലും അനന്തര നീക്കം നടത്തിക്കൊണ്ട് ഈ സമരം എത്രയും വേഗം അവസാനിപ്പിക്കാനാണ് കേന്ദ്രം ഒരുങ്ങുന്നത് എന്ന് വേണം നമുക്ക് കരുതാൻ. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ്ബിൽ ഒരുപക്ഷെ JP നദ്ദ അടക്കമുള്ള ആളുകളെത്തി വിദ്യാർത്ഥികളുമായി ചർച്ച നടത്താൻ പോകുന്നത് എന്ന് മനസ്സിലാക്കുന്നു. ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പ്രതിപക്ഷത്തിന്റെ നീക്കമാണ്, പ്രതിപക്ഷ പാർട്ടികളുടെ നീക്കമാണ്. ഇന്നലെ ഗാന്ധി സ്മൃതിയിൽ വലിയ പ്രതിഷേധം, അതോടൊപ്പം കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ കോൺഗ്രസിന്റെ വലിയ പ്രതിഷേധം, മറ്റ് പാർട്ടികളൊക്കെ അവരുടേതായ നിലയ്ക്ക് പ്രതിഷേധം സംഘടിപ്പിക്കുന്നു. വലിയ സമ്മർദ്ദത്തിലാണ് കേന്ദ്ര സർക്കാർ എന്ന യാഥാർത്ഥ്യമാണ്. ഇന്നലെ പാർലമെന്റ് 4ാം ദിവസവും തടസ്സപ്പെടുത്ത കാഴ്ചയുണ്ടായി. ഇന്നും ഇപ്പോൾ അതേ നടപടി പാർലമെന്റിൽ ഉണ്ടാകും എന്നാണ് MP-മാർ വ്യക്തമാക്കുന്നത്. ശക്തമായ പ്രതിഷേധം ഇന്നും പാർലമെന്റിൽ ഈ വിഷയത്തിൽ ഉന്നയിക്കും. അടിയന്തര പ്രമേയ നോട്ടീസുകൾ നൽകും. ചർച്ച അനുവദിച്ചില്ലെങ്കിൽ, പ്രത്യേകിച്ച് ചർച്ച എന്ന് പറയുമ്പോൾ വിദ്യാഭ്യാസ മന്ത്രി രാജിവെച്ച ശേഷം മാത്രം ചർച്ച എന്താണ് ഇക്കാര്യത്തിൽ പ്രതിപക്ഷത്തിന്റെ ഒരു നിലപാട്. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കാതെ ഒരു തരത്തിലും പ്രതിപക്ഷം വഴങ്ങുകയുമില്ല. അതുകൊണ്ട് ഇന്നിപ്പോൾ തുടർച്ചയായ 5ാം ദിവസവും പാർലമെന്റ് നടപടികൾ സ്തംഭിക്കാനുള്ള സാധ്യതയാണ് എന്താണെങ്കിലും ഉള്ളത്. ഒരു തരത്തിൽ പറഞ്ഞാൽ കൃത്യമായി തന്നെ കേന്ദ്ര സർക്കാർ വലിയ സമ്മർദ്ദമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിനെ കൊണ്ട് ഇത്തരത്തിൽ പ്രധാനമന്ത്രിയുടെ വീഡിയോ ഇറക്കാനും ഒക്കെ ഒരു കാര്യങ്ങൾ കൊടുത്തിച്ചിരിക്കുന്നത്. ഏതാണെങ്കിലും വരും മണിക്കൂറുകളിലും വലിയ തരത്തിൽ സുരക്ഷയിലായിരിക്കും ദില്ലി എന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ മറ്റൊരു വാഹനത്തിൽ കൂടി അടുത്ത ഉദ്യോഗസ്ഥരൊക്കെ എത്തുന്നുണ്ട്. അത്തരത്തിൽ വലിയ റൂട്ട് മാർച്ചൊക്കെ എന്താണെങ്കിലും നടക്കും. നമുക്ക് അപ്പുറ സൈഡിലേക്ക് നോക്കിയാൽ ഉദ്യോഗസ്ഥർ കാര്യങ്ങൾ നിരീക്ഷിച്ച് വരുന്നതൊക്കെ കാണാൻ കഴിയും. CRPFന്റെയും അതോടൊപ്പം തന്നെ മറ്റ് സേനകളുടെയൊക്കെ ഉദ്യോഗസ്ഥരെ ദില്ലിയിൽ ഉടനീളം വിന്യസിച്ചിട്ടുണ്ട്. നമുക്ക് ബാരിക്കേഡുകൾ കാണാൻ കഴിയും. അപ്രതീക്ഷിത പ്രതിഷേധങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ബാരിക്കേഡുകൾ നിരത്തുന്നതൊക്കെ ഇപ്പോൾ സർവ്വസാധാരണമായി ദില്ലിയിൽ മാറിയിരിക്കുന്നു. ഇന്നലെ രാത്രിയും പലയിടത്തും സംഘർഷ സാധ്യതകൾ ഉണ്ടായിരുന്നു. പലയിടത്തും ഈ പറഞ്ഞ വിദ്യാർത്ഥികളായി പോലീസ് വാക്കുതർക്കത്തിൽ ഏർപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതാണെങ്കിലും അതീവ ജാഗ്രതയിലാണ് രാജ്യതലസ്ഥാനം ഉള്ളത്. ഇന്നും ഇപ്പോൾ ആ ജാഗ്രത തുടരുന്നു. പ്രധാനമായും ഈ പ്രതിഷേധം, ഇന്നത്തെ ചർച്ചകൾ ഏത് തരത്തിൽ മുന്നോട്ട് പോകും എന്നതിനെ അടിസ്ഥാനമാക്കിയായിരിക്കും ഇനി നടക്കാൻ പോകുന്നത്. ശരി, ദില്ലിയിൽ നിന്നാണ് നോബിൾ മാരിക്കാരൻ വിവരങ്ങൾ നൽകിയത്. ഇന്നലെ എക്സിലൂടെ പ്രതികരിച്ചതിന് പിന്നാലെ തന്നെ കടുത്ത നടപടി ഉണ്ടാകുമെന്നുള്ള കാര്യം ആവർത്തിക്കുകയായിരുന്നു വീഡിയോ സന്ദേശത്തിലൂടെ പ്രധാനമന്ത്രി. അതിനുശേഷമാണ് സോനം വാങ്ചുക്ക് അദ്ദേഹത്തിന്റെ 26ാമത്തെ നിരാഹാര ദിവസം അത് അവസാനിപ്പിച്ചത്. കേന്ദ്രമന്ത്രിമാരും അദ്ദേഹത്തിനൊപ്പം ആശുപത്രിയിൽ ഉണ്ടായിരുന്നു. പക്ഷേ CJP കടുത്ത പ്രതിഷേധവുമായി ഇന്നും മുന്നോട്ട് പോകുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.